ഐശ്വര്യ. സ്തോത്രം. എനിക്കായി കരുതും കർത്തൻ, എന്റെ ഭാരം വഹിക്കുന്നവൻ. എനിക്കായി കരുതും കർത്തൻ, എന്റെ ഭാരം വഹിക്കുന്നവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവൻ, എന്റെ സ്വർഗീയ താതനവൻ. അറിയുന്നവൻ, എന്റെ സ്വർഗീയ താതനവൻ.
രാജാക്കന്മാരാണല്ലോ കിരീടങ്ങൾ ധരിക്കുന്നത്. ഇത് അധികാരത്തെയും ജയത്തെയും കാണിക്കുന്നു. ആത്മീക തലത്തിലും കിരീടങ്ങൾ ചൂടുന്നത് ജയിക്കുന്നവരാണ്. ബൈബിളിൽ അനേക കിരീടങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു. മഹത്വ കിരീടം, പ്രശംസ കിരീടം, വാടാത്ത കിരീടം, മുൾക്കിരീടം, ഇങ്ങനെ പല വിധത്തിലുള്ള കിരീടങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു. എന്നാൽ പൂർണ്ണരാകപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന 3 കിരീടങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ജീവകിരീടം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം നാം ഇത് കാണുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലവും അവന്റെ വചനത്തിനായി പരീക്ഷ സഹിക്കുകയും തങ്ങളുടെ പ്രാണനെ വിലയിരുന്ന എണ്ണാതെ ഉപദ്രവിക്കപ്പെടുമ്പോഴും യേശുവിനോടുള്ള സ്നേഹം ഒട്ടും കുറയാതെ മരണഭയത്തിൽ വിശ്വസ്തരായിരിക്കുന്നവർക്കുള്ളതാണ് ഈ കിരീടം. 2, നീതിയുടെ കിരീടം. പാപം കൂടാതെ അവരോടെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാകുന്നു യേശുക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുന്നത്. കർത്താവിന്റെ ഈ പ്രത്യക്ഷത അഥവാ രഹസ്യവരവിനെ അവരോട് വാഞ്ചിക്കൊണ്ട് തങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി തീർക്കുന്നവർക്കുള്ളതാണ് ഈ കിരീടം. അവർ ആത്മാവും പ്രാണനവും ദേഹവും അശേഷം വിശുദ്ധീകരിക്കപ്പെട്ട് യേശു വരുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നവരാകുന്നു. 3, തേജസ്സിന്റെ കിരീടം. ഈ കിരീടം വിശ്വസ്തരായ ഇടയന്മാർ അഥവാ കർത്തൃ ശുശ്രൂഷക്കുള്ളതാണ്. ആടുകളുടെ ശ്രേഷ്ഠ ഇടയനായ യേശു തന്നെ മണവാട്ടി സഭയിൽ ചേർക്കുവാൻ വീണ്ടും വരുമ്പോൾ ഈ പ്രതിഫലം തരും. അവർ തങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ നിർബന്ധത്താലല്ല, മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് വാർദ്ധക്യമുള്ളവരെ പരിപാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ കിരീടം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നാം ഏത് കിരീടമാണ് ചൂടാൻ ആഗ്രഹിക്കുന്നത്? ജീവന്റെ കിരീടമോ അതോ നീതിയുടെ കിരീടമോ? 2 തിമോഥെയോസ് 4:7-8 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ മുന്നിലുള്ള ഓട്ടം സ്ഥിരതയോടുകൂടി നമുക്ക് വെച്ചിരിക്കുന്ന അവകാശം പ്രാപിക്കാം, നീതിയുടെ കിരീടം ചൂട്. നിൻ കിരീടം ആരുമേടുത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെണ്മയാക്കിക്കൊള്ളുക. നിൻ കിരീടം ആരുമേടുത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെണ്മയാക്കിക്കൊള്ളുക. സ്തോത്രം. എല്ലാ കുട്ടികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ മക്കളെ പ്രാർത്ഥന പഠിപ്പിക്കാനുള്ള ഒരു ലളിതമായ ഒരു രീതി നോക്കാം. കുട്ടികളുടെ 5 വിരൽ പ്രാർത്ഥന. തള്ളവിരൽ വഴി കാണിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരാണ് നമ്മുടെ ഒറ്റ ചങ്ങാതിമാരും ഗുണവും. നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇവരെ കുറിച്ചാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, സഹപാഠികൾ എന്നിവരുടെ മേൽ ദൈവത്തെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2, തള്ളവിരൽ. 2, ചൂണ്ടുവിരൽ വഴി കാണിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, പ്രസംഗർ അല്ലെങ്കിൽ മൂപ്പന്മാർ എന്നിവരുടെ മേൽ ദൈവത്തെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 3, നടുവിരൽ. അധികാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ആൾക്കാർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. ലോകത്തിലെ ഗവൺമെന്റിനും സൈന്യത്തിനും പോലീസിനും ജ്ഞാനം നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 4, മോതിരവിരൽ. ദുർബലമായ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഏറ്റവും ദുർബലമായ വിരൽ. ഈ വിരൽ സാധനങ്ങൾ പൊക്കാനോ ഉയർത്താനോ ഇത് ഉപയോഗമില്ല. ബലമോ ശക്തിയില്ലാത്തവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്. രോഗികളെയും കടബാധ ജയിക്കുന്നവരെയും നാം ഓർക്കണം. ദൈവം പുതിയ ശക്തി നൽകി ദൈവം സഹായിക്കണം. 5, ചെറുവിരൽ. അവസാനമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കായി നമ്മുടെ ആവശ്യം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും എന്റെ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്തൃക്ക് സ്തോത്രം.
നിന്നെന്ന വലിയ ധനം. ക്രിസ്തുവിൽ നിന്നെന്ന വലിയ ധനം വിശ്വസിക്കപ്പെട്ടതും ആക്ഷയമാണ്. യേശുക്രിസ്തു മനുഷ്യരെ രക്ഷിച്ച് ദൈവമക്കളാക്കാൻ അനേക കഷ്ടം സഹിച്ചു. അതുപോലെ ഈ ധനം പ്രാപിക്കാൻ നമുക്ക് കഷ്ടം സഹിച്ചേ പറ്റും. ഈ ധനം എങ്ങനെ സാധിക്കും? സ്വന്തമാക്ക് ഈ ധനം പ്രാപിക്കാൻ സ്വന്തമാക്കാൻ സാധ്യമല്ല. നാം തുച്ഛപ്പെടുകയും തള്ളപ്പെടുകയും അവഗണിക്കപ്പെടുകയും ശ്രദ്ധപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നല്ല അഭിപ്രായം സ്വീകരിക്കാതെ വരുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിന്റെ മനസ്സിൽ സന്തോഷം സഹിക്കുമെങ്കിൽ ഈ ധനം പ്രാപിക്കാവുന്നതാണ്. അതുപോലെ മനുഷ്യൻ നിങ്ങളെ നിന്ദിച്ചു ദുഷ്ടരാക്കി നിങ്ങളുടെ പേരെടുക്കാൻ തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യന്മാർ, ആ സന്തോഷത്തുള്ളവയും നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിന്ദിക്കുന്ന വ്യക്തി സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ധനം പ്രാപിക്കാവുന്നതല്ല. നിങ്ങൾ നിന്ദിക്കുകയും ദുഷിക്കുകയും പരിഹസിക്കുകയും പല വിധത്തിൽ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം സന്തോഷത്തേക്കും അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇത് പ്രാപിക്കാവുന്നതാണ്. ഇത് സ്വർഗ നിക്ഷേപമാണ്. അതിനാൽ പ്രതിഫലമേറും. അതിനാൽ വചനമായിരിക്കുക, ദാനിക്കുക, അതിനെ തീരുമാനിക്കുന്ന മനസ്സിലാക്കുക. ബൈബിളിലെ ഓരോ അധ്യായത്തിലും ഓരോ വാക്യത്തിലും മനോഹരവും മഹത്വകരവും ധനം അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ സത്യം സ്വർഗീയ സന്തോഷത്തിൽ നിന്ന് കവിയട്ടെ. ഈ അനുഭവം പ്രാപിച്ച് തേജസ്സിൽ എടുക്കുന്ന കർത്താവിനെ എതിർപ്പ് നമുക്ക് ഒരുങ്ങാം. കർത്താവിലേക്ക് കൃപ നൽകണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്തു ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും വലുവതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനമുണ്ടാകട്ടെ. സ്തോത്രം. Praise be to the name of our Lord. We live in a world where faith has lost its importance in many people's lives. Let's turn our Bible to the book of Hebrews 11 verse 1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ വിഷയവുമാകുന്നു. Now faith is the substance of things hoped for, the evidence of things not seen. Faith goes beyond simple belief. It's a deep trust in God's promises. വിശ്വാസം അഭിപ്രായത്തിനപ്പുറമാണ്. അത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുള്ള ആഴമേറിയ വിശ്വാസമാണ്. Faith can bring hope in despair, strength in weakness, and courage in fear. നിരാശയിലെ പ്രതീക്ഷയും ബലഹീനതയിൽ ധൈര്യവും ശക്തിയിൽ നൽകുന്ന വിശ്വാസം. In a world that often prioritizes what we can see, let us hold fast to the truth that faith is the evidence of things not seen. കാണുന്നതിന് പ്രാധാന്യം നൽകുന്ന ഒരു ലോകത്ത് കാണാത്ത കാര്യങ്ങളുടെ തെളിവാണ് വിശ്വാസം എന്ന സത്യം. നമുക്ക് മുറുകെ പിടിക്കാം. Praise be to the name of our Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. When we see the book of Matthew 14 verse 22 till 33, we see the context of Jesus walking on water. മത്തായി 14:22-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു വെള്ളത്തിൽ നടക്കുന്ന സന്ദർശനം നാം കാണുന്നു. Peter, one of the disciples, calls out to Jesus and asks if he can walk on water too. Jesus says, "Come." ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, താനും വെള്ളത്തിൽ തന്നോട് കൂടെ നടക്കട്ടെ എന്ന്. യേശു പറയുന്നു, വരിക എന്ന്. Peter steps out to the boat and walks towards Jesus. പത്രോസ് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുത്തേക്ക് നടക്കുന്നു. But when he sees the wind and waves, he becomes afraid and starts to sink. പക്ഷേ അവൻ കാറ്റും തിരമാലയും കാണുമ്പോൾ അവൻ ഭയപ്പെട്ട് മുങ്ങാൻ തുടങ്ങുന്നു. He cries out, "Lord, save me." Jesus immediately reaches out his hand and catches Peter. അവൻ ഉറക്കെ വിളിച്ചു, കർത്താവേ രക്ഷിക്കണമേ എന്ന്. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. What does this teaches us? ഇത് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? It teaches us the importance of faith and trust in Jesus, especially during difficult times. പ്രത്യേകിച്ച് പ്രയാസമുള്ള സമയങ്ങളിൽ യേശുവിനോടുള്ള പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. When Peter steps out of the boat, he shows courage, but his fear causes him to sink. പത്രോസ് വെള്ളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ധൈര്യം കാണിക്കുന്നു, എന്നാൽ അവന്റെ ഭയം അവനെ മുങ്ങാൻ കാരണമാക്കുന്നു. Doubts can weaken our faith, yet Jesus is always ready to help us when we call out for him, showing his love and support. സംശയങ്ങൾക്ക് നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ കഴിയും. എന്നാൽ നാം യേശുവിനോട് വിളിക്കുമ്പോൾ അവൻ തന്റെ പിന്തുണയിലും വിശ്വാസത്തിലും നമ്മെ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്.
Let's turn our Bible to the book of 2 Timothy 1 verse 7. 2 തിമോഥെയോസ് 1:7 വാക്യം വായിക്കാം. For God had not given us the spirit of fear and of power and of love and of a sound mind. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. Praise be to the name of our Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Let's also turn our Bible to the book of 2 Corinthians 5 verse 7. 2 കൊരിന്ത്യർ 5:7 വാക്യം വായിക്കാം. For we walk by faith, not by sight. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. This means that when we can't see the way forward, we can remember that Jesus is guiding us. നമുക്ക് മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ പോലും ദൈവം നമ്മെ നയിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിച്ച് നമുക്ക് നടക്കാം. I remember a brother who battled cancer. ക്യാൻസറുമായി പോരാടിയ ഒരു വ്യക്തിയെ എനിക്ക് ഓർമ്മ വരുന്നു. Despite the fear and unknown, he leaned on his faith. ഭയമുണ്ടായിട്ടും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചിരുന്നു. He would often say that I trust that God has a plan for me, even if I don't understand it right now. അവൻ പലപ്പോഴും പറയുമായിരുന്നു, എനിക്കിത് മനസ്സിലായിട്ടില്ലെങ്കിലും അവൻ പറയുമായിരുന്നു, ദൈവത്തിന് എനിക്ക് ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. His faith not only uplifted him, but inspired those around him. അവന്റെ വിശ്വാസം അവനെ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാവരെയും പ്രചോദിപ്പിച്ചിരുന്നു. Faith is strengthened through prayer. വിശ്വാസം പ്രാർത്ഥനയോടെ ശക്തമാക്കുന്നു. When we embrace faith, we discover its many benefits. വിശ്വാസം നാം സ്വീകരിക്കുമ്പോൾ അതിന്റെ നിരവധി. Praise the Lord. We, the children of Scripture School Oman, would like to present a psalm and a song for the glory of God. Praise the Lord. Praise the Lord. Psalm 91. He that dwelleth in the secret place of the Most High shall abide under the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress. My God, in Him will I trust. Surely He shall deliver thee from the snare of the fowler and from the noisome pestilence. He shall cover thee with His feathers, and under His wings shalt thou trust. His truth shall be thy shield and buckler. Thou shalt not be afraid for the terror by night, nor for the arrow that flieth by day, nor for the pestilence that walketh in darkness, nor for the destruction that wasteth in noonday. 1,000 shall fall at thy side, and 10,000 at thy right hand, but it shall not come nigh thee. Only with thine eyes shalt thou behold and see the reward of the wicked, because thou hast made the Lord, which is my refuge, even the Most High, thy habitation. There shall no evil befall thee, neither shall any plague come nigh thy dwelling. For He shall give His angels charge over thee, to keep thee in all thy ways. They shall bear thee up in their hands, lest thou dash thy foot against a stone. Thou shalt tread upon the lion and the adder, the young lion and the dragon shall thou trample under feet. Because thou hast set His love upon me, therefore will I deliver him. I will set him on high, because he has known my name. He shall call upon me, and I will answer him. I will be with him in trouble. I will deliver him and honor him. With long life I will satisfy him and show him my salvation. Praise the Lord. Amazing grace, how sweet the sound that saved a wretch like me. I once was lost,
വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. മാന്യസദസ്സിനെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് നേടുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഗൂഗിൾ, മെറ്റ അങ്ങനെ നിരവധിയായുള്ള സാങ്കേതികളിൽ നിന്ന് അറിവ് ലഭിക്കുന്നതാണ്. വിശ്വാസം എന്നത് എന്താണെന്ന് അന്വേഷിച്ചാൽ അവ തരുന്ന മറുപടിയേക്കാൾ എത്രയോ വ്യക്തമായ ഉത്തരം വിശുദ്ധ പൗലോസ് എബ്രായ 11:1 എഴുതിയിരിക്കുന്നു. ഈ ടെക്നോളജിയുടെ കാലത്ത് പോലും കഴിയാത്തത് ദൈവാത്മാവ് 2000 വർഷം മുമ്പ് പൗലോസ് അപ്പോസ്തലനെ വെളിപ്പെടുത്തിയത് നമുക്ക് കാണാം. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും എന്നുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും എന്നുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്നുകൊണ്ട് വ്യക്തമാക്കുന്നത്. പല കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ചില കടകളിൽ നിന്ന് സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിലായിരിക്കും. ചില കമ്പനിയുടെ ഉപകരണം നല്ല നിലവാരമുള്ളതാക്കും. ഇതിനെയെല്ലാം ഒരു വിശ്വാസം എന്നാണ് പറയാ. ഈ വിശ്വാസം മാത്രം പോരാ. നമുക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആ പറഞ്ഞ കമ്പനിയുടെ ഉപകരണം വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്താലേ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനെ വിശ്വാസത്തിന്റെ പ്രവൃത്തി അഥവാ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തി എന്ന് വിളിക്കാം. നാം ഇവിടെ ചിന്തിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന വിഷയമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്താണ് വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ എന്ന് എബ്രായ 11 പറയുന്നു. അതുപോലെ തന്നെ പഴയ നിയമ വിശുദ്ധന്മാർ യഹോവയിൽ വിശ്വസിച്ചതിൽ നിന്ന് ഉണ്ടായ പ്രവൃത്തികൾ അവിടെ കാണാൻ സാധിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായിരിക്കണം? നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഫലങ്ങൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായി നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ, വിശുദ്ധിയുടെ ഫലങ്ങൾ എന്നിങ്ങനെ വിവിധ തരം ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകണം. ഈ ഫലങ്ങളെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി കാണുവാൻ സാധിക്കും. ഇതിന് ഉദാഹരണമായി ബൈബിളിൽ നിന്ന് ചില ബാലന്മാരുടെ വിശ്വാസത്തെ നമുക്ക് കാണാം. ദാവീദ്. ബാലനായ ദാവീദിന് താൻ കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയ ഗോലിയാത്ത് എന്ന പേരുള്ള മല്ലിനെ താൻ കളിച്ചിരുന്ന കവിളി വെച്ച് വീഴ്ത്തിയ കഥ കണ്ടു പറയാൻ. യഹോവ തന്നെ ശക്തനാക്കുമെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിച്ചു. യോസേഫ്. തന്റെ സഹോദരന്മാരെക്കാളും ഇല്ലാത്തൊരു കഴിവ് യോസേഫിനുണ്ടായിരുന്നു. എല്ലാവരും സ്വപ്നകാരെന്ന് കളിയാക്കിയപ്പോഴും തനിക്ക് നൽകപ്പെട്ട സ്വപ്നങ്ങളെ അടിയുറച്ച് വിശ്വസിച്ച് നിന്ന് യോസേഫ് എന്ന് കാണുവാൻ കഴിയും. 5 അപ്പവും 2 മീനും കൊടുത്ത ബാലൻ. പേര് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ബാലനാണ് 5 അപ്പം. യേശുവിനെ കൊടുത്ത ബാലൻ തന്റെ വിശപ്പ് മറന്ന് യേശുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ബാലന്റെ നല്ല മനസ്സിലെ പുരുഷാരത്തിന്റെ വിശപ്പ് മുഴുവനും മാറ്റി. യേശു എന്നുള്ള ബാലന്റെ വിശ്വാസത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ശമൂവേൽ ബാലൻ. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ യഹോവ തന്നെ വിളിച്ച അനുഭവമാണ് ശമൂവേൽ ബാലന്റേത്. തന്നെ വിളിച്ചത് യഹോവയാണെന്ന് തിരിച്ചറിയാതെ ശമൂവേൽ ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. പിന്നീട് താൻ കേട്ട ശബ്ദം യഹോവയുടെ നിന്നാണ് എന്ന് അബാലൻ വിശ്വസിച്ചു. ഈ പറഞ്ഞ എല്ലാ വ്യക്തിയുടെയും വിശ്വാസം നമ്മിലും ഒരു ശ്രേഷ്ഠ വിശ്വാസം ഉളവാകാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മഹത്വം. ഈ സൺഡേ സ്കൂൾ വാർഷിക വേളയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ഒരു ഇംഗ്ലീഷ് ഗാനം പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ്: യേശുവിന്റെ നാമത്തിനു മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാമവും യേശു തന്നെ കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യും. എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യനായ ദൈവത്തെ നമുക്കൊന്നിച്ച് പാടി സ്തുതിക്കാം. Jesus
ശബ്ദം കേൾക്കുന്ന
ഒരു ബുദ്ധസന്യാസി പറഞ്ഞ കഥയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നിക്കൊണ്ട് പറയുകയാണ്. ഒരിക്കൽ ഒരു മഹാരാജാവ് മരണകരമായ രോഗം ബാധിച്ച് കിടക്കാനായി. തന്റെ മരണം ഏതാണ്ട് അടുത്തും തനിക്ക് ബോധ്യമായി. ആ അവസ്ഥയെ നേടുവാൻ തനിക്ക് തീരെ ധൈര്യമില്ലാതായി. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹം അവരെ അടുത്ത് വിളിച്ചു വരുത്തി താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തന്റെ 1ാമത്തെ ഭാര്യയോട്, എന്റെ മരണത്തിൽ നീ എന്നോട് കൂടെ വരുമോ എന്ന് ചോദിച്ചു. അല്പം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞു, ഇല്ല, എനിക്കത് കഴിയുകയില്ല, ഞാൻ നിന്നോടൊപ്പം വരികയില്ല. രാജാവ് അതിദുഃഖിതനായി. രാജാവ് ജീവിച്ചിരുന്നപ്പോൾ അവളെ കൂടാതെ ഒരിടത്തും പോയിട്ടില്ല. അവളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സ്വർണവും വെള്ളിയും വിലയേറിയ വസ്ത്രങ്ങളും സുഗന്ധവർഗ്ഗങ്ങളും എന്നിവ എന്തെല്ലാം കൊണ്ടാണ് അവൾ അലങ്കരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നിട്ടും അവൾ കഠിനമായതിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. രാജാവ് നിരാശനായി. തന്റെ 2ാമത്തെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, പ്രിയപ്പെട്ടവളെ, നീ എന്നോട് കൂടെ വരുമോ എന്ന ചോദ്യം ദയനീയമായി ആവർത്തിച്ചു. അവളും രാജാവിനെ വളരെ സ്നേഹിച്ചിരുന്നു. രാജാവ് പലപ്പോഴും തന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അവളെ കാണിക്കുകയും അവളുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ യാതൊരു കുസലും കൂടാതെ അവൾ ഉടനടി മറുപടി കൊടുത്തു, എനിക്ക് നിന്നോട് കൂടെ വരാൻ മനസ്സില്ല. മാത്രമല്ല, നീ മരിച്ചാൽ അധികം വൈകാതെ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് മന്ദസ്വരത്തോടെ അവൾ മറുപടി കൊടുത്തു. നിരാശനായ രാജാവ് തന്റെ 3ാമത്തെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, നിനക്ക് എന്നോട് കൂടെ വരാമോ എന്ന് പ്രതീക്ഷയോട് ചോദിച്ചു. അവൾക്ക് രാജാവ് ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. എന്നാൽ അവൾ ദുഃഖത്തോടെ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, എനിക്ക് നിന്റെ ശവക്കലറ വരെ വരുവാൻ സാധിക്കുകയുള്ളൂ. അത്രയും വരെ ഞാൻ നിന്നോട് കൂടെ നിശ്ചയമായി മരിക്കാം, നിന്നെ ശുശ്രൂഷിക്കാം. ഈ മറുപടിയിൽ തൃപ്തിപ്പെടാത്ത രാജാവ് തന്റെ 4ാമത്തെ ഭാര്യയോട് ചോദ്യം ആവർത്തിച്ചു. അവളിൽ നിന്ന് ഒരു അനുകൂല മറുപടി രാജാവ് പ്രതീക്ഷിച്ചില്ല. കാരണം ആരോഗ്യവും സൗഭാഗ്യങ്ങളുമെല്ലാം തികഞ്ഞിരുന്ന കാലത്ത് രാജാവ് അവളെ എന്നും അവഗണിച്ചിരുന്നു. കൊട്ടാരത്തിന്റെ ഏതോ കോണിൽ അവൾ രാജാവിന്റെ ഭാര്യ എന്ന പേരിൽ ജീവിച്ചു എന്ന് മാത്രം. പക്ഷേ രാജാവിന്റെ ഹൃദയത്തിൽ അർപ്പിക്കുന്ന വിധത്തിൽ ഒരു ഉത്തരം അവളിൽ നിന്ന് ഒരു മൃദുസ്വരത്തിൽ പുറത്തു വന്നു. അതേ പ്രിയപ്പെട്ടവനെ, ഞാൻ നിന്നോട് കൂടെ വരാൻ ഒരുങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിന്നോട് കൂടെ വരും. ഉത്തരം രാജാവിനെ വളരെ സന്തോഷിപ്പിച്ചു. ജീവിച്ച കാലത്തൊന്നും അവൾക്ക് വേണ്ടി വേണ്ടും പോലെ കരുതാതിരുന്നതിൽ രാജാവിന് കുറ്റബോധം തോന്നി. ഇങ്ങനെ കഥ അവസാനിച്ചു. എന്നാൽ ഇനിയും ഈ കഥയുടെ പേര് പോലെ ഈ കഥയുടെ ഗുണപാഠം എന്ന് നമുക്ക് നോക്കാം. രാജാവ് എന്നാൽ ദേഹം ദേഹി ആത്മാവണങ്ങിയ മനുഷ്യനെ കാണിക്കുന്നു, അഥവാ നാം ഓരോരുത്തരും തന്നെ. 1ാമത്തെ ഭാര്യ നമ്മുടെ ശരീരം. ജീവിച്ച കാലമൊക്കെയും ഈ ശരീരത്തിന് വേണ്ടി ഏറ്റവും നല്ലതുകൊണ്ട് ഭക്ഷണം, വസ്ത്രം, ആഭരണം, സുഗന്ധവർഗ്ഗങ്ങൾ, സുഖസൗകര്യങ്ങൾ തുടങ്ങി എങ്ങനെയൊക്കെ പോഷിപ്പിക്കാമോ എല്ലാം ചെയ്യും. പക്ഷെ എല്ലാവരുടെ മുമ്പിൽ നമ്മെ വെളിപ്പെടുത്തുന്ന ഈ ശരീരം ജീവൻ പോയാൽ പിന്നെ നമ്മോട് കൂടെയില്ല. ഇതാണ് രാജാവിനോട് കൂടെ വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ 1ാമത്തെ ഭാര്യ ശരീരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നീ മരിച്ചാൽ ഞാനോട് മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ 2ാമത്തെ ഭാര്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നാം സമ്പാദിക്കുന്ന നമ്മുടെ ഭവനം, സമ്പത്ത്, മറ്റു വസ്തുവകകൾ, സ്ഥാനമാനങ്ങൾ എല്ലാം തന്നെ നാം മരിച്ചാൽ ഇവയെല്ലാം ഉടനെ മറ്റുള്ളവർ അവകാശമാക്കും. നാം സന്തോഷത്തോടെ ഇവർക്ക് കൊടുത്താലും ഇല്ലെങ്കിലും മരിച്ചാൽ പിന്നെ നമുക്കതിൽ യാതൊരു അവകാശവുമില്ല. ഭർത്താവ് മരിച്ചാലുടൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായല്ലോ. ഇനി ശവക്കലറ വരെ ഞാൻ നിന്നോട് കൂടി ഇരിക്കാം, അതിലധികം എനിക്ക് സാധിക്കില്ല എന്ന് ദുഃഖത്തോടെ പറഞ്ഞ 3ാം ഭാര്യ എന്നെ പ്രതികരിക്കുന്നത് നോക്കാം. അവളാണ് നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവയെല്ലാം അടങ്ങുന്ന സമൂഹം. അവർ നമ്മെ രോഗക്കിടക്കയിലൊക്കെ ശുശ്രൂഷിക്കും, മരണം വരെ കൂടെ നിൽക്കും, സെമിത്തേരി വരെ കൂടെ വരും, കുറിച്ചു കരി, അതോടെ എല്ലാം തീരും. പിന്നെ നമ്മോടൊപ്പം വരാൻ അവർക്ക് സാധിക്കില്ല. ഞാൻ നിന്നോട് കൂടെ വരും, അതിനായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ 4ാമത്തെ ഭാര്യ നമ്മുടെ ആത്മാവാണ്. അത് നമ്മെ പിരികിയില്ല, നിത്യതയോളം കൂടിയിരിക്കും. അതുകൊണ്ട് മരണത്തോടെ നമ്മെ വിട്ടുപോകുന്ന ഈ മനുഷ്യരീതിന് വേണ്ടി അധികം കരുതാതെ ഏറിയാൽ 80 എന്ന സങ്കീർത്തനക്കാരെ വിശേഷിപ്പിക്കുന്ന ഈ പൈസന് വേണ്ടി അധികം സമയങ്ങളെ നാം ചിലവിടാതെ മരണത്തോടെ നമ്മെ ഉപേക്ഷിച്ചു പോകുന്ന മനുഷ്യ സ്നേഹത്തിന് വേണ്ടി അധികം ആഗ്രഹിക്കാതെ നിത്യകാലമായി നമ്മുടെ കൂടെ പുനരുദ്ധാര ശരീരത്തിനായി യെരൂശലേം എന്ന നമ്മുടെ നിത്യഭവനത്തിനായി നമുക്കായി ജീവൻ വെടുത്തു നമ്മെ പാപശാപ മരണത്തിൽ നിന്നും രക്ഷിച്ച നമ്മുടെ യേശു കർത്താവിന്റെ നിത്യസ്നേഹത്തിൽ നിത്യമസ്മ നമുക്കൊരുങ്ങാം. അത് നമ്മോടൊപ്പം നിത്യം നിൽക്കുന്ന നമ്മുടെ ആത്മാവിന് വേണ്ടി എപ്പോഴും കരുതിലുള്ളവരയ്ക്കാം. അതിനെ ദൈവത്തെ സഹായിക്കട്ടെ. സ്തോത്രം. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു.
തേടുന്നു. ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന കാന്തനവൻ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിക്കുന്ന കാന്തനവൻ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കാനേ വരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സ്തുതി ചെയ്യുമനാമേ നിത്യവും നീ ജീവനാഥനേശുവേ. സ്തുതി ചെയ്യുമനാമേ നിത്യവും നീ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇത്ര നല്ലവനാം പ്രിയനേ ഇദ്ധരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാലൊടുവിൽ വരെയും
സ്തോത്രം. കാൽവറി ലൈഫ് ഇൻഷുറൻസ്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഞങ്ങൾക്ക് കരുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു കാൽവറി ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഈ പോളിസി നിങ്ങളുടെ ഇഹത്തിലുള്ള ജയജീവിതത്തിനും മരണാനന്തരമുള്ള പ്രത്യാശ ജീവിതത്തിനും ഉറപ്പും പൂർണ്ണമായ സംരക്ഷണവും നൽകുന്നു. 2000-ൽ പരം വർഷങ്ങളുടെ വിജയ പാരമ്പര്യം ഈ പോളിസിക്കുണ്ട്. കാൽവറി ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ഉടമസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ പോളിസി നിങ്ങൾക്കായി ദീർഘകാല കാൽവറി ഇൻഷുറൻസ് പോളിസിയുടെ പൂർണ്ണ ഉത്തരവാദി കർത്താവായ യേശുക്രിസ്തുവാണ്. ക്രിസ്തുവും പോളിസി ഹോൾഡറും തമ്മിലുള്ള കരാറിലാണ് ഈ ഇൻഷുറൻസ് നിലനിൽക്കുന്നത്. ഈ പോളിസിയുടെ മാത്രം പ്രത്യേകതകൾ വായിക്കുന്നു. ഈ പോളിസി തികച്ചും വ്യക്തിപരമാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് സേവനം ലഭ്യമല്ല. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ പോളിസിയിൽ പങ്കാളികളാകുവാൻ കഴിയും. ഭൗമികമായ ലാഭത്തോടൊപ്പം ആത്മീകമായ അനുഗ്രഹങ്ങളും ഈ പോളിസിയുടെ മാത്രം പ്രത്യേകതയാണ്. പാപത്തിൽ നിന്നുള്ള മോചനം ഈ പോളിസിയുടെ ആകർഷണീയതയാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത, ഈ പോളിസി തികച്ചും സൗജന്യമാണ്. യാതൊരുവിധ പ്രീമിയം തുകയും ഇതിന് അടയ്ക്കേണ്ടതില്ല. ഈ പോളിസിയുടെ കൂടെ വിജയകരമായ ജീവിതം, നിത്യജീവൻ, നിത്യസമാധാനം, നിത്യാനന്ദം, നിത്യപ്രകാശം, നിത്യഭവനം, നിത്യരാജ്യത്വം എന്നിവ ഉറപ്പു നൽകുന്നു. പാരമ്പര്യം, സാമ്പത്തികം എന്നിവ ഒന്നും തന്നെ ഇതിൽ ചേരുവാൻ ബാധകമല്ല. ഈ പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് നിത്യത വരെയാണ്. കമ്പനിയുടെ ഉടമസ്ഥൻ ബഹുസമ്പന്നനാകിയാൽ നഷ്ടം വരുമെന്ന ആകുലത ആവശ്യമില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഈ പോളിസിയുടെ അംഗമാകാൻ സാധിക്കുന്നതാണ്. ഈ പോളിസിയിൽ അംഗമായവർ നിർബന്ധമായും നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, വിശുദ്ധി, പ്രാർത്ഥന എന്നിവ പിന്തുടരേണ്ടതാണ്. ആരോഗ്യ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, കെട്ടിട ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ തരം ഇൻഷുറൻസുകളും ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 24 മണിക്കൂറും കസ്റ്റമർ സർവീസും ഇതിൽ ലഭ്യമാണ്. പോളിസി എടുക്കുന്ന നിമിഷം മുതൽ പോളിസി ഹോൾഡർക്ക് സ്വർഗീയ പൗരത്വവും ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിട്ടുള്ള പ്രമോഷനവും ലഭിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ നാമനിമിത്തം എന്തെങ്കിലും നഷ്ടം പോളിസി ഹോൾഡർക്ക് സംഭവിച്ചാൽ അതിന് 100 മടങ്ങ് പകരവും ലഭിക്കുന്നതാണ്. ഈ പോളിസിയിൽ അംഗമാകുന്നതിന് യാതൊരുവിധ പ്രൂഫും ആവശ്യമില്ല. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ വചനങ്ങളെ പ്രമാണിക്കുകയും ഏതൊരാൾക്കും ഇതിൽ അംഗമാകാവുന്നതാണ്. ഇതുവരെ ഈ ഇൻഷുറൻസ് പരിരക്ഷയിൽ അംഗമാകാത്തവർ എത്രയും വേഗത്തിൽ ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും. കാൽവറി ലൈഫ് ഇൻഷുറൻസിൽ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുക. കാൽവറി ലൈഫ് ഇൻഷുറൻസ്, ക്രിസ്തുവിന്റെ പരിരക്ഷ, നിത്യതയോളം. സ്വത്രം. ദൈവത്തിൽ മാത്രം. ദി പെന്തക്കോസ്റ്റ് മിഷൻ ചാലക്കുടി സെൻട്രൽ സ്കൂൾ 2024-25 വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. കൃപയാലും വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയാലും ഇവിടെ സെൻട്രൽ സ്കൂൾ അനുഗ്രഹമായി നടന്നു വരുന്നു. ഈ വർഷവും ഇന്നേ ദിവസം വാർഷികം നടത്തുവാൻ എല്ലാ സാഹചര്യവും ഒരുക്കി തന്ന സ്വർഗീയ പിതാവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസം 24-ാം തീയതി അഭിവന്യ സെൻട്രൽ പാസ്റ്റർ തോമസ് ജോളി അവരുടെ മഹനീയ അധ്യക്ഷതയിൽ സഭ ആരാധനയ്ക്ക് ശേഷം ചാലക്കുടി മാള സഭകൾ സംയുക്തമായി വാർഷികം നടത്തുകയുണ്ടായി. കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഓരോ പരിപാടിയിലും കഥയിൽ, പാട്ടിൽ എല്ലാം ഗുണപാഠങ്ങൾ ഉണ്ടായിരുന്നു എന്നും കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവം ആക്കണമെന്നും അധ്യക്ഷൻ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. ഉപസംഹാര പ്രസംഗത്തിൽ അധ്യക്ഷൻ എഫേസ്യർ 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഉദ്ധരിച്ച്, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാക്കുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായി ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. ഈ വാക്യങ്ങൾ ഉദ്ധരിച്ച് കുട്ടികളെ പ്രബോധിപ്പിക്കുകയുണ്ടായി.
ഈ വർഷം ഏപ്രിൽ മാസം 27-ാം തീയതി ആനുവൽ എക്സാം നടത്തുകയും മെയ് മാസം 4-ാം തീയതി പാസ്റ്റർ ജോജി അവറുകൾ പ്രാർത്ഥിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയുണ്ടായി. ഈ വർഷം പുതിയതായി കടന്നുവന്ന 2 കുട്ടികളടക്കം 18 കുട്ടികൾ നഴ്സറി ക്ലാസ്, 2-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 11-ാം ക്ലാസ് എന്നീ ക്ലാസുകളിൽ 8 അധ്യാപകരുമായി 7:30 മുതൽ 9:15 വരെ സൺഡേ സ്കൂൾ നടത്തിവരുന്നു. ഈ വർഷം പുതിയതായി അധ്യാപികയായി സിസ്റ്റർ അമിത രവിയെയും അധ്യാപകനായി ബ്രദർ അനീഷ് മാത്യുവിനെയും വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം എടുക്കുകയുണ്ടായി. മെയ് മാസം 1-ാം തീയതി വിലങ്ങന്നൂർ വെച്ച് നടത്തിയ അധ്യാപക മീറ്റിംഗിൽ ചാലക്കുടിയിൽ നിന്ന് എല്ലാ അധ്യാപകർക്കും പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്കായി എല്ലാ 2-ാം ഞായറാഴ്ചയും ഉണർവ് മീറ്റിംഗായി നടത്തിവരുന്നു. കൂടാതെ ബൈബിൾ ക്വിസ്, ബൈബിൾ റീഡിംഗ് എന്നിവ എല്ലാ ആഴ്ചകളിലും നടത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധന്മാർ അധ്യാപകർക്കും കുട്ടികൾക്കും ആവശ്യമായ നിർദ്ദേശം നൽകി വഴി നടത്തുന്നു. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ കുഞ്ഞുങ്ങളും അധ്യാപകരും കൃപയിൽ നിലനിൽക്കുന്നതിനും സഭയ്ക്ക് അനുഗ്രഹമായി തീരേണ്ടതിനും വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ദൈവസമക്ഷത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത പ്രോഗ്രാം ദൈവനാമത്തിന് സ്തോത്രം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മറ്റുള്ളവർ നമ്മേക്കാൾ ശ്രേഷ്ഠം. ലോകപ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം നടക്കാനായി ഇറങ്ങിയപ്പോൾ വഴിയരികെയിരുന്ന ഒരു മുടന്തനായ ഭിക്ഷക്കാരൻ തന്നോട് ഭിക്ഷ യാചിച്ചു. 2 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഒരു സാധുവൃദ്ധനായ മനുഷ്യനായിരുന്നു അത്. അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. ദയ തോന്നിയ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പോക്കറ്റിൽ കൈയിട്ട് താങ്കൾ പേഴ്സ് എടുക്കുവാൻ മറന്നു എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കി. സഹോദര, എന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ പേഴ്സ് എടുക്കുവാൻ മറന്നുപോയെന്ന് പറഞ്ഞു. ഇത് കേട്ട ആ ഭിക്ഷക്കാരൻ കരയുവാൻ തുടങ്ങി. ഉടനെ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് താങ്കൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. സാറി, എനിക്ക് പണം വേണ്ട, അങ്ങനെ സഹോദര എന്ന് വിളിച്ചല്ലോ. എന്നെ കണ്ട എല്ലാവരും എന്നെ അവജ്ഞതയോടെയാണ് വീക്ഷിച്ചത്. എന്നെ കണ്ട് മോശമായ വാക്കുകൾ പറഞ്ഞവരുണ്ട്, എന്നെ കണ്ട് കാർക്കിത്തുപ്പിയവരുണ്ട്, എന്നെ കണ്ട് സഹോദര എന്ന് വിളിച്ച അങ്ങയുടെ വലിയ മനസ്സിന് നന്ദി എന്ന് പറഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളെ, പണത്തേക്കാൾ എത്രയോ വലിയതാണ് സ്നേഹത്തോടെയുള്ള നമ്മുടെ പെരുമാറ്റം. ഫിലിപ്പിയർ 2:3 പറയുന്നത് പോലെ നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണം. ഒരു വാക്കും പുഞ്ചിരിയും നോട്ടവും മറ്റുള്ളവരെ നാം അംഗീകരിക്കുന്നതിന്റെ മാനിക്കുന്നതിന്റെ തെളിവാണത്. യോഹന്നാൻ 3:18 പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ദൈവം നമുക്ക് നൽകിയ വലിയ ബുദ്ധി, ജ്ഞാനം, വിവേകം, പണം, സുഖസൗകര്യങ്ങൾ എല്ലാം നമുക്ക് മാത്രമായി നാം ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നാം വിനിയോഗിക്കാൻ നാം അഭ്യസിക്കണം. അതിനായി ദൈവം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം പാഴാക്കാതെ മറ്റുള്ളവരിൽ യേശുവിനെ കാണുവാൻ നാം അഭ്യസിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.